അല്ല ഇനിയിപ്പോ കാർ വല്ലതും വന്നെ ഇതിനകത്തോട്ട് അങ്ങനെ ഇറങ്ങി പോകും. പോകത്തില്ല. നാളെ കൊണ്ടുപോകണ്ടോ ഹോസ്പിറ്റലില്? നടക്കാൻ പറ്റുമല്ലോ. നടക്കാൻ പറ്റത്തില്ലാത്ത ഒരു അമ്മച്ചി എന്റെ തൊട്ട് താഴെയുണ്ട്. ഒരു സ്ത്രീയുള്ള ഒരു വഴിയാണിത്. ഇതിന്റെ തൊട്ട് താഴത്തെ ഒരു വീട്ടിൽ ഒരു അമ്മച്ചി ആഴ്ചയിൽ 1-2 ആയിട്ട് ആശുപത്രിയിൽ പോകുന്നതാണ്. അവർക്ക് തീരെ നടക്കാൻ ഡെയിലി പോകണം അല്ലേ? ആ ഒരു റോഡിലാണ് ഈ തോന്നിയാസം കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഈ സ്ഥലം മുഴുവൻ അവനാണ്. 8-10 ഏക്കർ സ്ഥലം ഇവിടെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. എന്നിട്ടാണ് ഈ റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് പഞ്ചായത്ത് റോഡ് കയ്യേറി വെണ്ടയും മുളകും വാഴ കണ്ട സാധനം കരിമ്പടക്കം നട്ടു വെച്ചിരിക്കുന്നത്. ആ കരിമ്പ് കൃഷി അടക്കം. പഞ്ചായത്ത് റോഡിന്റെ സൈഡിലുള്ള കൃഷികളാണ് ഇതൊക്കെ. കപ്പളം, കരിമ്പ്, വെണ്ട, വാഴ തുടങ്ങി സർവ്വ സാധനം. ഇതാ ചീനി, എല്ലാ സാധനവും ഇവിടെ പഞ്ചായത്ത് റോഡിന്റെ സൈഡിലാണ്. ഈ റോഡ് ആ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന അത് ഇടുങ്ങി കയ്യേറി ഇവിടെ എത്തി. എന്നിട്ട് അതിന്റെ നടുക്കാണ് ഇതാ മുളക്. അതിന്റെ നടുക്കാണ് ഇപ്പം കണ്ടം മൂട്ടിയിട്ടിരിക്കുന്നത് ഞാറ് നടാൻ വേണ്ടി. ഏതെങ്കിലും ഒരു മനുഷ്യൻ കാണിക്കും ഇങ്ങനത്തെ ഒരു മോശമായ ഒരു പ്രവണത. അവന് അതിലെ കാന കയറേണ്ട റോഡിന്റെ സൈഡിൽ കൂടെയാ. അവിടെ വെണ്ട കത്ത് വെച്ചാൽ 20 സെന്റ് സ്ഥലമുള്ള ഞാനുണ്ടല്ലോ. ഒരു 20 സെന്റ് സ്ഥലമുള്ള ഞാനാണെങ്കിൽ എന്റെ വീടിന്റെ ഫ്രണ്ടേജില് വെണ്ടയോ വഴുതനങ്ങയോ നട്ടു വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാ. ഇതിപ്പോ എന്നാ സംഭവം? പഞ്ചായത്ത് റോഡല്ലേ? റോഡിന്റെ നടക്കൂടെയാ ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്ന പണി. പഞ്ചായത്ത് റോഡല്ലേ? ഇത് പഞ്ചായത്ത് റോഡ്. എന്റെ പ്രൈവറ്റ് പഞ്ചായത്തല്ല, പ്രൈവറ്റ് ആണെന്ന് കൂട്ടിക്കോ. താന്നുകൂടാ. അതെ എടാ താന്നു പോയല്ലേ? ഫുള്ള് താന്നല്ലോ സൈഡ്. അതുപോലെ ആ കളി നടക്കൂല. അങ്ങനെ മൊത്തം അടി വാങ്ങണം. നമ്മുടെ കല്ല് കളിഞ്ഞു നടന്നാ ശരിയാവുള്ളൂ. കല്ലുണ്ടായിരുന്നല്ലോ. ഇതെന്നാ കാണിച്ചേക്കുന്നു? ഇത് അവിടുന്ന് ഇരുവശി പഞ്ചായത്ത് 4-ാം വാർഡില് നെല്ലുക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന തോന്നിവാസമാണിത്. നിരവധി വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്, പഞ്ചായത്തിന്റെ റോഡ്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെ ഇതേ വ്യക്തി, ഈ വലിയ വീട്ടിൽ, ആ വീടെന്ന് കാണിച്ചു കൊടുക്കും, ആ വലിയ വീട്ടിൽ താമസിക്കുന്ന ഒരു ദരിദ്രൻ, അദ്ദേഹത്തിന് പണിയെടുക്കാൻ സ്ഥലമില്ലാണ്ട് റോഡിലിറങ്ങി കിളച്ച് കൃഷി ചെയ്യുന്നതിന്റെ അവസ്ഥയാണിത്. റോഡിന്റെ സൈഡിൽ, പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ കൂടെയാണ് വെണ്ടയ്ക്ക മുളകെല്ലാം നട്ടു വെച്ചേക്കുന്നത്. അതുകൂടാണ്ട് റോഡിന്റെ നടുക്ക് കുഴി കുത്തി ഇദ്ദേഹം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു പ്രായം ചെന്നൊരു സ്ത്രീയടക്കം ഇതിന്റെ തൊട്ട് താഴത്തെ ഒരു വീട്ടിൽ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർ ഒരു അമ്മച്ചിയെ ചികിത്സിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ആശുപത്രി കൊണ്ടുവന്നൊരു വീട് തൊട്ട് താഴെ. ചേട്ടാ, ചേച്ചിനെ ആശുപത്രി കൊണ്ടുപോകണ്ടല്ലേ വഴിക്ക്? ഇന്നലെ കൊണ്ടുപോയതല്ലേ. കാറിനെ കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ. കാർ ഇറങ്ങി വന്ന് വീട്ടിൽ വന്നിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇതേ കൂടെ വണ്ടി ഇറങ്ങി പോരുമോ? പോരത്തില്ല. ഇത് കാണിച്ച പണി മോശമല്ല. തീർച്ചയായിട്ടും കാറ് പോരത്തില്ല. നാളെ ആശുപത്രി കൊണ്ടുപോകണ്ടല്ലേ? നടന്നു പോവില്ല, കയറി വരത്തുമില്ല. ഇതിലൂടെ വേണമെങ്കിൽ തട്ടി താഴോട്ട് പോകും, ഇങ്ങോട്ട് കാണിച്ച പണിക്ക്. ഇങ്ങോട്ട് അരിയ സാധനമായിട്ട് വന്നിട്ട് പാവപ്പെട്ട ഒരുത്തിന്റെ വീട്ടിലോട്ട് അരിയ സാധനമായിട്ട് വന്ന ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ ഇവിടെ കയറ്റാൻ പറ്റത്തില്ലാണ്ട് താന്നുപോയത്. കഴിഞ്ഞ വർഷം എന്റെ ഓട്ടോറിക്ഷ ഇതേ സ്ഥലത്ത് തന്നെ അതിന്റെ ആക്സിൽ ഊരി ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി 2-3,000 രൂപ മുടക്കിയതാണ്. ഇതേ കാരണത്താൽ പുതുമഴ പെയ്ത് വെള്ളം ഒഴുകാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്, ഈ വീട്ടിലുള്ള ധനികനായ വ്യക്തിക്ക് എല്ലാ വർഷവും തുടങ്ങുന്ന ഒരു സൂക്കേടാണ് പഞ്ചായത്ത് റോഡിന് നടുക്കുള്ള കൃഷി. ആ നല്ല വ്യക്തിയോട് പറയാനുള്ളത്, ഈ പരിപാടി താങ്കൾ അവസാനിപ്പിക്കണം. ഇത് പഞ്ചായത്ത് മെമ്പറോടും ബ്ലോക്ക് മെമ്പറോടും എല്ലാം വിളിച്ച് വിവരം പറഞ്ഞതാണ്. ആർക്കും മുഖം കറുപ്പുണ്ടാക്കാൻ വേണ്ടി താല്പര്യമില്ലാത്തതിനാൽ ആരും ഈ കാര്യത്തിനകത്ത് കാര്യമായൊരു പരിഗണന കൊടുക്കുന്നില്ല. ഒരു യുദ്ധഭൂമിയാണിത്. എത്രത്തോളം വീതി ഉണ്ടായിരുന്ന ഒരു റോഡാണിത്. ഇത് പലരും കയ്യേറി ഇദ്ദേഹത്തിനൊന്നും വേറെ സ്ഥലമില്ലാണ്ടല്ലോ. 8-10 ഏക്കർ സ്ഥലമുള്ള വ്യക്തിയാണ് ഈ പഞ്ചായത്ത് റോഡിന് നടുക്ക് ഈ കണ്ടം ആക്കി വെച്ചിരിക്കുന്നത്. ദരിദ്രരായ കൂലിപ്പണിക്കാർ, നിരവധി ആൾക്കാർ സഞ്ചരിക്കുന്ന, അവർക്ക് വീട്ടിലോട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ ബൈക്കിലും ഓട്ടോറിക്ഷയിലുമായി കൊണ്ടുവരുന്ന ഒരു വഴിയിലാണ് ഈ തോന്നിവാസം. ഈ ഓട്ടോറിക്ഷക്കാരൻ അത്താഴപ്പട്ടിണിക്കാരനാണ്. അവന്റെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും 1 രൂപ പോലും കൊടുക്കത്തില്ല.
വെറും 30 രൂപയുടെ ഓട്ടത്തിന് വേണ്ടി 3000-4000 രൂപ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ. ശരിക്കും ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കലും അനുഭവിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പഞ്ചായത്ത് റോഡിനടുത്ത് നിങ്ങൾ നോക്കുക, ഒന്ന് കാണിച്ചു കൊടുത്തത് വെണ്ട കൃഷി ചെയ്ത് വെച്ചേക്കുന്നത്. റോഡിന്റെ സൈഡ് കയ്യേറിയിട്ടാണ് വെണ്ട കൃഷി ചെയ്ത് വെച്ചേക്കുന്നത്. നടുക്കുള്ള സ്ഥലം മുഴുവൻ മാന്തി ഇത് നെൽകൃഷി ചെയ്യാനാണ് തോന്നുന്നു. ആ വണ്ടി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഓട്ടോറിക്ഷയുടെ സൈഡ് ഇപ്പൊ കുത്തി ഈണ്ടിക്ക് പോയി ഇടിച്ച് ഓട്ടോറിക്ഷയുടെ സൈഡ് ചടങ്ങിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. 8 ഏക്കർ സ്ഥലമുള്ള ആള് ഞാറ് നടാൻ വേണ്ടി പഞ്ചായത്ത് റോഡ് നടക്കുന്ന നിരവധി പാവപ്പെട്ട ആൾക്കാർ കാൽനടയായിട്ടും ഓട്ടോറിക്ഷയ്ക്കും സ്കൂട്ടിക്കും എല്ലാം പോകുന്ന പഞ്ചായത്തിന്റെ റോഡാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇങ്ങനെ കുട്ടിയൊക്കെ സംഭവം പറഞ്ഞാൽ മൊത്തം ചതുപ്പാവില്ലേ, അത് ഭയങ്കര പ്രശ്നമായി. ഇപ്പം ഒരു ഇവിടെ താഴെ കുടുംബത്തിനെ ചേച്ചി കഴിഞ്ഞാൽ അവരിപ്പോൾ ആശുപത്രി കൊണ്ടുപോകാനായപ്പോൾ പെട്ടെന്നൊരു ആവശ്യം നമുക്ക് നടക്കുന്നില്ല. എപ്പോഴും വണ്ടി പോകുന്ന വഴിയല്ലേ ഇത്? അത് പറ്റി പോകുന്ന വഴി മുമ്പിൽ ഞാനെന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞ രാജേഷ ഒരു പൊതുവഴിയല്ലേ, അങ്ങനെ ചെയ്യാൻ മോശമല്ലെന്ന് പറഞ്ഞു. പോകത്തില്ല മോശമല്ലെന്ന് പറഞ്ഞു. എടാ താഴെ മുതലാക്കലത്തെ ചേർത്ത് വരെ സൂലാതിൽ കിടക്കുന്നല്ലേ? അങ്ങോട്ട് പോവില്ലല്ലേ? അതെ. പോകണ്ട മാത്തപ്പ. എടാ ലിജോ, എടാ ഈ സൈഡിൽ കൂടെ തന്നെ പിടിച്ച് അങ്ങോട്ട് തള്ളി വെട്ടിപ്പോണ്ടിരിക്കാണ്ടേ. ഇവിടെ നിൽക്കണ്ടേ, നിൽക്കാൻ പറ്റുമല്ലോ, ഈ സൈഡ് നിൽക്കാൻ പറ്റില്ലല്ലോ. മറിയത്തില്ല. ഈ കല്ല് മൊത്തം ആ കല്ലിട്ട് കാര്യമല്ല, ഉരുളം കല്ലല്ലേ ഇതാ ഈ കല്ല. ചെറിയ പണിയല്ലേ വിളിച്ചാട്ടാ, എന്ത് ചെളിയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ കയറ്റി പിടിച്ചാന്നേ, ആ സൈഡിൽ കൂടെ കയറ്റി പിടിച്ച് എങ്ങനെയും തള്ളി ഇടാമെന്ന് നോക്കില്ല, നടക്കില്ല. ചാനലൊന്ന് വാങ്ങണം. പുറകോട്ട് എന്നെ കൈ മുമ്പോട്ടല്ല ഉള്ളത്, പുറകോട്ടല്ലെന്നേ. അങ്ങോട്ട് കേളുവാ. ഇതിലിറങ്ങി പോയല്ലോ, നല്ല ബുദ്ധിമുട്ടാ. അല്ല പിന്നെ എടാ അതിട്ട കടിച്ചു കിടക്കോളാ, ഉരുളങ്ങളിട്ട് കയറി പോകത്തില്ല. അത് ചെളിയും കൂടെ കടിച്ചു കിടക്കുള്ളൂ, കയറത്തില്ല. ആ വലിക്കണം. 30 രൂപ ഓട്ടത്തിന് വേണ്ടി ഒന്ന് പണിയെടുക്കുന്നുണ്ടല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ നല്ലവരായ മനുഷ്യന്മാർ ഓരോ പ്രവൃത്തി കാരണം പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്. എടാ